അപ്പം ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിലെ കുട്ടികൾ 10 മുതൽ 20 വയസ്സ് 15 വയസ്സ് കഴിഞ്ഞാലും 18 വയസ്സ് കഴിഞ്ഞാലും 18 വയസ്സിൽ വോട്ടവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പക്വത തുടങ്ങുന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ തന്നെ ഇപ്പോൾ അറിഞ്ഞൊരു വാർത്ത 12 വയസ്സുള്ളൊരു പയ്യൻ സ്വന്തം സഹോദരിക്ക് MDMA പോലത്തെ സാധനം കൊടുത്തു എന്നാണ് പറയുന്നത്. 10 വയസ്സ് മുതൽ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ചോക്ലേറ്റിനകത്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ് നമുക്ക് എന്തെങ്കിലും സമൂഹത്തിനോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ, സമൂഹത്തോട് സംവേദിക്കുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമുക്കും കൂടി ഒരു ഉത്തരവാദിത്വം ഇല്ലേ? കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ മദ്യപാനിയല്ല, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല, ഞാൻ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ ഞാൻ സിഗരറ്റ് വലിയ നിർത്തി. എനിക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അതെ ഞാൻ പറയുന്നത് ഇത് വൈസസ് ആണ്. വൈസസ് ഇല്ലാത്ത മനുഷ്യർ ആർക്കുമില്ല. ഇപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ടുള്ള എല്ലാവർക്കും എനിക്ക് എൻ്റേതായിട്ട് വീക്ക്നെസ് ഉണ്ടോ, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുണ്ടോ, എല്ലാം ഉണ്ട്. വൈസസ് ഇല്ലാത്തവരാരാ ഉള്ളത്? നമ്മുടെ ശീലങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ജന്മനാ ഉള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു എപ്പോഴും നമുക്കൊരു സിവിൽ സെൻസ് വേണം. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണെന്ന് ചോദിക്കുന്നത്. ആ സൊസൈറ്റിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയും. ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം, നമ്മളത് കാണിച്ചു കൊടുക്കണം. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.